ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അനാമികയൊക്കെ രക്ഷപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അനാമികയുടെ കള്ളത്തരമൊന്നും ആരും കണ്ടുപിടിക്കുന്നില്ല. പക്ഷെ അനാമികയുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് നീ എന്ത് പരിപാടിയായിട്ട് കാണിച്ചെന്ന് പറയുമ്പോൾ, ഞാനാണോ? അച്ഛൻ ലക്ഷക്കണക്കിന് രൂപ കടം മേടിച്ചിട്ടില്ല, അയാളെന്നെ തട്ടിക്കൊണ്ട് പോയതാ, കല്യാണം കഴിഞ്ഞിട്ടൊക്കെ വിടുള്ളൂ എന്നാണ് പറഞ്ഞത്. കറക്റ്റ് സമയത്ത് ആ നന്ദു വന്നതുകൊണ്ട് രക്ഷപ്പെടുത്തി. പക്ഷേ നന്ദുക്കും അവളുടെ ചേച്ചിക്കും എന്നെ ഭയങ്കര സംശയമുണ്ട് അച്ഛാ. സംശയോ? എന്ത് സംശയം എന്ന് അനാമികയോട് ചോദിക്കുമ്പോൾ അനാമിക പറയണ്ട, അതെനിക്കറിയില്ല, അവർക്ക് എന്തൊക്കെയോ സംശയമുള്ള പോലെയാണ്. അത് മാത്രമല്ല, എനിക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് മാരേജ് കഴിഞ്ഞവരെ നീ പുറത്തൊന്നും പോകണ്ട മോളെ എന്ന് അനാമികയുടെ അച്ഛനും അമ്മയും പറയാണ്. അതിനുശേഷം നമ്മുടെ നയനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആദർശിനോട് പറയുന്നുണ്ട്. ആദർശ് പറയുമ്പോഴേക്കും നയനെ പറയണ്ടേ, എന്തൊക്കെയോ ഒരു സംശയമുള്ള പോലെ അനി പറഞ്ഞത് ചിലതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു ആദർശിട്ടാ. അത് നിന്റെ തോന്നലാണ് നയനെ. അവനെ വേറെ ഏതൊരു പെൺകുട്ടിനെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഈ കല്യാണം നടക്കണ്ടെന്നാണ് അവന്റെ മനസ്സിലിപ്പോ. അതുകൊണ്ട് പല കാരണങ്ങളും അവൻ പറയാണ്. അങ്ങനെയല്ല ആദർശേട്ടാ, അനി പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ട്, എനിക്കൊരാളെ കുറിച്ച് അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും ആദർശ് ചോദിക്കണ്ട, അപ്പൊ നീ എന്താ പറഞ്ഞു വന്നത്? അനാമിക കൊള്ളില്ലാത്ത പെണ്ണാന്നാണോ നീ പറയുന്നത്? കൊള്ളില്ലാത്ത പെണ്ണെന്ന അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. അവള് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നവ്യ ചേച്ചി എപ്പോഴല്ലേ നന്നായത്? അതിനു മുമ്പ് വലിയൊരു പണക്കാരനെ കെട്ടുന്ന കൊണ്ട് പല പല കള്ളം പറഞ്ഞതല്ലേ, ആ ഒരു സെറ്റപ്പിലുള്ള തന്നെ പെണ്ണാണോ എന്ന് ഒരു സംശയം ഉണ്ട് അനാമിക. നീ ഇപ്പൊ പറഞ്ഞ കാര്യം അനി കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞേ ഉള്ളായിരുന്നുള്ളൂ, നമ്മുടെ നവ്യേടത്തിനെ പോലെയാണ് അതാണ് അനാമിക എന്ന്. അപ്പൊ ഞാൻ അവനെ തിരുത്തി, നവ്യ ഇപ്പോ നല്ല സ്വഭാവമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ പറയാ, മുമ്പ് എങ്ങനെയായിരുന്നു ആ സ്വഭാവമാണ് അനാമികക്ക്. അപ്പോഴേക്കും നയനെ പറയണ്ട്, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്, അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അവൾ പുറത്ത് പറയാത്തന. അവളുടെ അമ്മയും അച്ഛനും അതെ, വീട്ടിൽ പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, അവരെന്തൊക്കെയോ മറക്കുന്നുണ്ട് ആദർശേട്ടാ. എന്തായാലും ഇത് മുത്തശ്ശൻ തീരുമാനിച്ച കല്യാണമല്ലോ, എന്താ വെച്ചാൽ നടക്കട്ടെ, നമുക്ക് ഇതിന് എതിർത്തൊന്നും പറയണ്ട. എതിർത്ത് പറഞ്ഞാൽ അവരെല്ലാരും വിചാരിക്കും നമ്മളെന്തോ ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി പറയണേണെന്ന്. അതുകൊണ്ട് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. എന്തായാലും അനിക്ക് ഇതാണ് വിധിച്ചെങ്കിൽ ഇത് നടക്കും എന്ന് നയന പറയാണ്. എന്തായാലും അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ ഉടനെ തന്നെ നമ്മുടെ അനിയും അതുപോലെ തന്നെ നന്ദുവും കൂടി കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അനാമിക ഇങ്ങനെ ചുറ്റിക്കറങ്ങണതും അനാമികയുടെ വേറൊരു ബന്ധം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദും അനിയും കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഇപ്പോഴല്ല, ആദ്യം ആദർശാണ് കണ്ടുപിടിക്കുന്നത്, അതിനുശേഷമാണ് ഈ പറഞ്ഞ അനിയും അതുപോലെ തന്നെ നന്ദുവും കൂടി കണ്ടുപിടിക്കണം കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് അടുത്ത ആഴ്ച വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.